നാമത്തെ കീർത്തിച്ചിടാം, യഹോവയ്ക്കു പുതിയൊരു പാട്ടു പാടാം. അത്യുന്നത നാമത്തെ കീർത്തിച്ചിടാം, ഗംഭീര സ്വരമുള്ള കിന്നരങ്ങൾ കൊണ്ടും വിലയിന്നാദം കൊണ്ടും അത്യുന്നതനെ സ്തുതിക്കാം. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും ഉള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നും ഉള്ളത്. I come from different faith. I was a Hindu. ഞാൻ മറ്റൊരു മതവിശ്വാസിയായിരുന്നു. ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. I tried to be a good person. ഞാൻ വളരെ നല്ല മനുഷ്യനായി ജീവിച്ചയാളാണ്. I was trying to be faithful to my conscience. ഞാൻ എന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു. But I was searching for God. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. എന്നാൽ I was born in Bombay. I grew up in Chennai. ഞാൻ ബോംബെയിൽ ജനിച്ചവനാണ്. എന്നാൽ ഞാൻ വളർന്നത് ചെന്നൈയിലാണ്. I'm a Tamilian. ഞാനൊരു തമിഴ് ഭാഷ സംസാരിക്കുന്നയാളാണ്. And I was as a small boy, I used to seek after God. ഞാൻ ചെറുപ്രായം മുതൽ തന്നെ ദൈവത്തെ നിരന്തരം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. I used to go to terrace of my house in Nungambakkam in Chennai. ഞാൻ ചെന്നൈയിലുള്ള നുങ്കമ്പാക്കത്തുള്ള എന്റെ ഭവനത്തിന്റെ മുകളിൽ പോയി ഞാൻ ദൈവത്തെ പലപ്പോഴും I അന്വേഷിക്കാറുണ്ടായിരുന്നു. will go to terrace and look at the stars. ഞാൻ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളിലേക്ക് പലപ്പോഴും നോക്കി നിൽക്കാറുണ്ട്. I lie flat and look at the stars ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് നക്ഷത്രത്തേക്ക് നോക്കുക എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. and wonder who made those stars. ഞാൻ ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ഞാൻ അത്ഭുതം കൊണ്ടിട്ടുണ്ട്. I wanted to know God. ഞാൻ നിരന്തരമായി ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചനായിരുന്നു. I knew about God. ഞാൻ ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു. I didn't know God. എന്നാൽ എനിക്ക് ദൈവത്തെ അറിഞ്ഞുകൂടായിരുന്നു. I wanted to know Him personally. എനിക്ക് ആ ദൈവത്തെ വ്യക്തിപരമായി അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. Now, all of us I know about our Prime Minister Narendra Modi. നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. You don't know him. എന്നാൽ നമുക്ക് പ്രധാനമന്ത്രിയെ അടുത്ത് അറിയുകയില്ല. Same way I knew about God, did not know God. അതുപോലെ തന്നെയാണ് എനിക്കും ദൈവത്തെക്കുറിച്ച് ധാരാളം അറിയാമായിരുന്നു. എന്നാൽ ദൈവത്തെ അടുത്ത് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. I wanted to know God. എന്നുകൊണ്ട് ഈ ദൈവത്തെ അറിയണമെന്ന അമിതമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. Only at the age of 27 I first heard about Jesus Christ being my Savior. 27-ാമത്തെ വയസ്സിലാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, ക്രിസ്തു എന്ന രക്ഷിതാവിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. A friend of mine in the office told me about Jesus. എന്റെ ഓഫീസിലുള്ള ഒരു സുഹൃത്താണ് ഈ രക്ഷകനായ യേശുവിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. And I got provoked by what he said. അവൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ പ്രകോപിതനായി. And I thought I must find out about this truth about Jesus. അതുകൊണ്ട് ഇവൻ പറഞ്ഞ കാര്യം ഈ സത്യമാണോ എന്ന് കണ്ടെത്തണം എന്നൊരു വലിയ അഭിവാഞ്ച എന്നിൽ ഉടലെടുത്തു. My friend told me that Jesus is the way to go to heaven. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തു മാത്രമാണ് ഏകമാർഗമെന്ന് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു. I said, why not my way? I'm a good person. Everybody likes me. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് എന്റേതായ വഴികളിലൂടെ എനിക്ക് സ്വർഗത്തിലെത്തിക്കൂടാ? ഞാൻ ഒരു നല്ല വ്യക്തിയാണല്ലോ. And my friend said, no, you have to believe in Jesus, otherwise you won't go to heaven. എന്നാൽ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അല്ല, നീ ക്രിസ്തുവിൽ വിശ്വസിക്കണം, എങ്കിൽ മാത്രമേ നീ ദൈവരാജ്യത്തിന്, സ്വർഗത്തിന് അവകാശിയാകൂ എന്ന് സുഹൃത്ത് എന്നോട് പറഞ്ഞു. I want to prove my friend wrong. അതുകൊണ്ട് എന്റെ സുഹൃത്ത് തെറ്റാണ്, സുഹൃത്തിന്റെ പക്ഷം തെറ്റാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. I want to prove to him that many ways of going to heaven. ഞാൻ പലപ്പോഴും അവനോട് വാദിച്ചു, സ്വർഗത്തിലേക്ക് പോകുവാൻ ധാരാളം വഴികളുണ്ടല്ലോ. So I bought a Bible for myself. അതുകൊണ്ട് ഈ വഴികൾ അന്വേഷിക്കുന്ന കൂട്ടിൽ ഒരു വേദപുസ്തകം ഞാൻ സ്വന്തമായി വാങ്ങി. I bought a Bible. ഞാൻ സ്വന്തമായി വേദപുസ്തകം വാങ്ങി. I will read the Bible and prove to him from the Bible that there are many ways of going to heaven. ഞാൻ വേദപുസ്തകം വാങ്ങിയത് ഈ വേദപുസ്തകം പഠിച്ചതിന് ശേഷം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പല വഴികളുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ വേദപുസ്തകം വാങ്ങിയത്. As I began to read the Bible, ഞാൻ വേദപുസ്തകം വായിക്കുവാൻ ആരംഭിച്ചു. I knew nothing about it except that it has two parts. ഞാൻ അത് രണ്ട് ഭാഗങ്ങൾ വേദപുസ്തകത്തിനുണ്ട് എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടായിരുന്നു. Nothing else I knew about the Bible. എനിക്ക് വേദപുസ്തകത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. I never read the Bible in my life. ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ അതുവരെ വേദപുസ്തകം വായിച്ചിട്ടില്ല. I began to read the Bible to prove my friend wrong. എന്റെ സുഹൃത്ത് തെറ്റാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാനാണ് ഞാൻ വേദപുസ്തകം വായിക്കുവാൻ ആരംഭിച്ചത്. I went to a Christian school.
ഞാൻ ക്രിസ്തീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. So I knew that Bible has got two parts, Old Testament and New Testament. ഈ ക്രിസ്തീയ വിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ട് വേദപുസ്തകത്തിന് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ട് ഭാഗമുണ്ട് എന്ന് ഞാൻ കേട്ടിരുന്നു. I realized Old Testament is old, New Testament is new. ഞാൻ തിരിച്ചറിഞ്ഞിരുന്നത് പഴയ നിയമം പഴയതും പുതിയ നിയമം പുതിയതും എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നത്. I read the New Testament. ഞാൻ പുതിയ നിയമം വായിക്കുവാൻ ആരംഭിച്ചു. Open the Bible. ഞാൻ വേദപുസ്തകം തുറന്നു. I began to read. ഞാൻ അങ്ങനെ വേദപുസ്തകം വായിക്കുവാൻ ആരംഭിച്ചു. The first page before me was Gospel of John chapter 1 verse 1. ഞാൻ എൻ്റെ വേദപുസ്തകം തുറന്ന് ആദ്യം വായിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ്. In the beginning was the Word was with God, the Word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. Word was with God and Word was God. വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. How can that be? How can Word be with God and God same time? അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വചനവും ദൈവവും എങ്ങനെയാണ് ഒന്നിച്ചായിരിക്കുക? What is this Word of God? എന്താണ് ഈ വചനം എന്നത്? I thought the Bible is an interesting book, philosophical book. ഞാൻ വിചാരിച്ചു വേദപുസ്തകം എന്ന് പറയുന്നത് വളരെ തത്വചിന്താതീതമായിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ന്. I kept reading. ഞാൻ അങ്ങനെ വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി. Came to 14th verse. ഞാൻ അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ എത്തി. 14th verse it says, and the Word became flesh and dwelt amongst us. യോഹന്നാന്റെ സുവിശേഷം 1:14 ഞാൻ ഇപ്രകാരം വായിച്ചു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. How can the Word become flesh? അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ വചനത്തിന് ജഡം ധരിക്കുവാൻ കഴിയുക? I like the Bible very much. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എനിക്ക് വേദപുസ്തകം വായിക്കുന്നതിൽ ആകാംക്ഷയുണ്ടായി. Philosophical book it is. അത് വളരെയധികം തത്വചിന്ത അധിഷ്ഠിതമായ ഒരു പുസ്തകമായി. I got so interested in the Bible, I forgot to go back to my friend. ഞാൻ ഈ വേദപുസ്തകത്തിന്റെ വലിയ ആകർഷണ വലയിൽപ്പെട്ട ഈ സുഹൃത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുവാൻ ഞാൻ മറന്നുപോയി. As I kept reading, ഞാൻ വേദപുസ്തകം നിരന്തരമായി വായിച്ചുകൊണ്ടിരുന്നു. read about the Lord Jesus Christ. ഞാൻ കർത്താവിനെ ഞാൻ അടുത്തറിയുവാൻ തുടങ്ങി. I was fascinated by his life. ഞാൻ എൻ്റെ കർത്താവിന്റെ ജീവിതത്തിൽ ഞാൻ ആകർഷിക്കപ്പെട്ടുകയാണ്. Holy, loving, kind, വിശുദ്ധൻ, സ്നേഹമുള്ളവൻ, വളരെ ആർദ്രതയും മനസ്സിലുമുള്ളവൻ, so humble, വളരെ വിനയമുള്ളവൻ, full of wisdom, ധാരാളം പരിജ്ഞാനമുണ്ടായിരുന്നവൻ, full of power. ധാരാളം അധികാരം, ശക്തി ഉണ്ടായിരുന്നവൻ. I was amazed by his love. അവന്റെ സ്നേഹത്തിൽ ഞാൻ അതിശയം പൂണ്ടു, അതിശയിച്ചു പോയി. And as I read the Bible, my day went well, my work went well, everything went well. ഞാൻ ഈ വേദപുസ്തകം നിരന്തരമായി വായിക്കുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ദിവസവും എൻ്റെ ഓരോ പ്രവൃത്തി ദിവസവും എൻ്റെ ജോലികളും എല്ലാം നന്നായി പോകുവാൻ തുടങ്ങി, ഏറ്റവും മികച്ചതാകുവാൻ തുടങ്ങി. When I came to the 14th chapter of John, I got stuck in verse 6. ഞാൻ ഈ വേദപുസ്തക വായന തുറന്നുകൊണ്ടിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെത്തി. But Jesus says, I am the way, the truth and the life. No one comes to the Father except through me. ഞാൻ അവിടെ വായിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. This verse hit my heart like a thunderbolt. എൻ്റെ ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ വലിയ ആഘാതം തന്നെ സൃഷ്ടിച്ചു. Jesus is saying that. ഇത് കർത്താവ് നേരിട്ട് പറയുന്നതാണ്. Jesus is saying that. യേശുവാണ് അത് പറയുന്നത്. If a Christian says that, I may not believe, but Jesus is saying that. ഒരുപക്ഷെ ക്രിസ്ത്യാനി പറഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ വിശ്വസിച്ചു എന്ന് വരികയില്ല. ഇത് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. I believe he was a holy man, he is God, like so many gods. ഞാൻ ഈ വലിയ വിശുദ്ധനായ ഈ ക്രിസ്തുവിന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്. So how can he tell lies? He can't tell lies. ഈ ദൈവത്തിന് ഒരിക്കലും നുണ പറയുവാൻ, അസത്യം പറയുവാൻ കഴിയുകയില്ലല്ലോ. If this is truth, what about my life? ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. I closed the Bible. ഞാൻ വേദപുസ്തകം അടച്ചു വെച്ചു. I couldn't read further. എനിക്ക് മുൻപോട്ട് വായിക്കുവാൻ കഴിഞ്ഞില്ല. Because I could not come to terms with the statement of Jesus. ഈ നമ്മുടെ കർത്താവിന്റെ ഈ വാക്കുകൾ വായിച്ചതിനു ശേഷം ഞാൻ വല്ലാതെ ഭാരപ്പെടുകയാണ്. എനിക്ക് മുൻപോട്ട് വായിക്കുവാൻ കഴിഞ്ഞില്ല. For a month and a half, I didn't read the Bible. ഏതാണ്ട് 1.5 മാസത്തോളം പിന്നീട് ഞാൻ വേദപുസ്തകം വായിച്ചില്ല. Then I realized, as long as I read the Bible, my life went well, my work went well, everything went well. ഞാൻ എന്നാൽ പിന്നീട് തിരിച്ചറിയുന്നുണ്ട്, വേദപുസ്തകം വായിച്ചിരുന്ന നാളുകളിൽ, വായിച്ചതിനു ശേഷം എൻ്റെ പ്രവൃത്തിയും എൻ്റെ ജോലികളും എൻ്റെ ദിവസവും എല്ലാം വളരെ മികച്ചതായി തീർന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. Ever since I stopped reading the Bible, something is missing in my life. ഞാൻ എപ്പോൾ വേദപുസ്തകം വായന നിർത്തിയോ,
എവിടെയോ എന്റെ ജീവിതത്തിൽ ചില തകരാറുകൾ, കുറവുകൾ വരുവാൻ തുടങ്ങി എന്നും ഞാൻ So തിരിച്ചറിഞ്ഞു. after a month and a half, I thought, let me read the Bible once again. I'll forget about John 14:6 and continue with the Bible. ഞാൻ പിന്നീട് അതിനുശേഷം ഏതാണ്ട് 1.5 മാസത്തിന് ശേഷം ചില നാളുകൾക്ക് ശേഷം വീണ്ടും വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി. So open the Bible. ഞാൻ വേദപുസ്തകം തുറന്നു. I tried not to look at John 14:6. ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വേദപുസ്തകം തുറന്നത്. Read John 14:7. അതുകൊണ്ട് അത് മറന്നുകൊണ്ട് അതിനെ മനഃപൂർവ്വം ഒഴിവാക്കി 14:7 ഞാൻ വായിച്ചു. Verse 7 says, 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. the Lord Jesus Christ says, നമ്മുടെ കർത്താവ് ഇപ്രകാരം പറയുന്നു, if you really knew me, you'll know my Father as well. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. The Bible began to speak to me. വീണ്ടും വേദപുസ്തകം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. Now, by the way, I must tell you this, for the previous 6 months, I stopped praying to any god or goddess. I was only praying to the living God. ഈ വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങിയതിനു ശേഷം മറ്റൊരു ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചില്ല. ജീവനുള്ള സത്യദൈവത്തോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Only one prayer I was praying. ഞാൻ ഒരു പ്രാർത്ഥന മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. Living God, ജീവനുള്ള ദൈവമേ, is Christ the only way to you? ക്രിസ്തുവാണോ ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴി? If it is so, let me know. If it's not so, let me know. അതാണെങ്കിൽ ദയവായി എനിക്ക് വെളിപ്പെടുത്തി തരണം, അല്ലെങ്കിലും നീ എനിക്ക് വെളിപ്പെടുത്തി തരണം. That's what I was praying. Now, after he spoke to me from John 14:7, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം തന്നെ 7-ാമത്തെ വാക്യം ഞാൻ വായിച്ചതിനു ശേഷം I began to pray a different prayer. ഞാൻ വ്യത്യസ്തമായ പ്രാർത്ഥന, മറ്റൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Living God, ജീവനുള്ള ദൈവമേ, you're a God of infinite wisdom. പരിജ്ഞാനത്തിന്റെ ഉറവിടമായ ആഴമുള്ള ദൈവമേ, My wisdom is very small. എന്റെ പരിജ്ഞാനം വളരെ ചെറുതാണ്, അല്പ പരിജ്ഞാനിയാണ് ഞാൻ. I can't understand everything you know. നിനക്കറിയാവുന്നതെല്ലാം എനിക്ക് അറിയുവാൻ എനിക്ക് സാധ്യമല്ല, ഞാൻ വളരെ ചെറിയവനാണ്. But I'm going to put my questions. എന്നാൽ ചില ചോദ്യങ്ങൾ നിന്റെ സന്നിധിയിൽ വയ്ക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. If you feel I can understand the answer, give me the answer. എനിക്ക് ഉത്തരം അറിയാമെങ്കിൽ, മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നീ എനിക്ക് ദയവായി എനിക്ക് ഉത്തരം വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. If you feel I can't understand, then don't give me the answer. എനിക്ക് ഈ ഉത്തരം മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരണ്ട. So whatever question came to me, I gave it to God. ആ ചോദ്യം ചോദിച്ചത് അതെല്ലാം ഞാൻ ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിച്ചു. So keep on putting questions. ഞാൻ നിരന്തരമായി ദൈവസന്നിധിയിൽ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. And keep on purposely forgetting the questions. ഞാൻ ഈ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുകയും അതോടൊപ്പം തന്നെ അത് മറക്കുകയും ചെയ്തു. Because I thought, in case God doesn't answer my question, why remember it? അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഈ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തിരിക്കേണ്ടത്? ചിലപ്പോൾ ദൈവം ഉത്തരം പറഞ്ഞില്ലെങ്കിലോ? Suppose doesn't answer, why remember the question if he is not going to answer? അവിടെ ദൈവം ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ഞാൻ പിന്നീട് എന്തിനാണ് ഈ ചോദ്യങ്ങൾ ഓർത്തിരിക്കുന്നത്? I put a question, forget the question. Put the next question, forget the next question. ഞാൻ ദൈവസന്നിധിയിൽ ഒരു ചോദ്യം വയ്ക്കും, ആ ചോദ്യം ഞാൻ മറക്കും. വീണ്ടും മറ്റൊരു ചോദ്യം വയ്ക്കും, ആ ചോദ്യവും ഞാൻ പിന്നീട് മറക്കും. But God always heard my question. എന്നാൽ ദൈവം എന്റെ ഓരോ ചോദ്യവും ആ ദൈവം കേട്ടിരുന്നു. I would forget my question. എന്റെ ചോദ്യം ചിലപ്പോഴെങ്കിലും ഞാൻ മറന്നുപോയിട്ടുണ്ട്. As I would read the Bible, ഞാൻ വേദപുസ്തകം നിരന്തരമായി വായിക്കുമ്പോൾ He would first give me the answer from the Bible. നമ്മുടെ ദൈവം എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് അവൻ നിരന്തരമായി ഉത്തരം നൽകിക്കൊണ്ടിരുന്നു. After giving me the answer, He would remind me of the question I had forgotten. വേദപുസ്തകത്തിലൂടെ അവൻ എനിക്ക് ഉത്തരങ്ങൾ വെളിപ്പെടുത്തി തന്നതിനു ശേഷം ഞാൻ മറന്നുപോയ ചോദ്യങ്ങളും അവൻ എനിക്ക് ഓർമ്മിപ്പിച്ചു തരുവാൻ ഇടയായി. In 1 year, every question was answered. എന്റെ ജീവിതത്തിൽ ഞാൻ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഒരു വർഷത്തിനുള്ളിൽ ദൈവം എനിക്ക് ഉത്തരം നൽകി. So on the 25th of May 1980, 9:30 p.m., I gave my life to Christ. 1980 മെയ് മാസം 25-ാം തീയതി 9:30 ഞാൻ എന്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചു. I came to understand I am now righteous because of His sacrifice on the cross. ക്രൂശിലുള്ള മഹാത്യാഗത്തിലൂടെ രക്തത്താലാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത് എന്ന വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായി. I received His righteousness into my heart. എന്റെ ഹൃദയത്തിലേക്ക് അവന്റെ നീതി ഞാൻ പരിപൂർണമായി സ്വീകരിച്ചു. Then I also came to understand ഞാൻ അതിലൂടെ ഞാൻ മനസ്സിലാക്കി I am now in the kingdom of God. ആ വലിയ അനുഭവത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാനിപ്പോൾ സ്വർഗത്തിലാണ്, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ്. Again, very interestingly, when the Lord gave the Lord's prayer and prescribed the prayer to people, നമ്മുടെ കർത്താവ് തന്റെ ജനത്തോട് പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ one part goes like this, Matthew 6:13. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: Deliver us from the evil one. Deliver us from evil. ഞങ്ങളെ ദുഷ്ടന്റെ കൈകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. Now this word rescue is a word in Greek called raiomai, which means
deliver means rescue. രക്ഷിക്കുക എന്ന അർത്ഥം വരുന്നതായ ഒരു ഗ്രീക്ക് പദമാണ് ഇതിന് തത്തുല്യമായി ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുക. Before the cross, the prayer was, don't listen to temptation, but deliver us from evil. അതുകൊണ്ട് ഇവിടെയുള്ള വലിയ പ്രാർത്ഥന, കർത്താവേ ഞങ്ങളെ ദുഷ്ടന്റെ കൈകളിൽ നിന്ന്, സാത്താന്യ ശക്തികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. Rescue us from the evil one. ഈ പൈശാചികന്റെ അധീനതയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. Now after the cross, ക്രൂശീകരണത്തിന് ശേഷം Paul speaks about rescuing in the past tense. ഈ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച്, രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച്, നമ്മെ രക്ഷിക്കുന്നതിനെ കുറിച്ച് അത് ഒരു ഭൂതകാലത്തിന്റെ അനുഭവമായിട്ടാണ് പൗലോസ് ചിത്രീകരിക്കുന്നത്. For he has rescued us from the dominion of darkness and has brought us the kingdom of the Son. നമ്മുടെ പൗലോസ് രേഖപ്പെടുത്തുന്നത് അതൊരു ഭൂതകാലത്തിന്റെ അനുഭവത്തിലാണ്. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ. Today we are in the kingdom of God. ഇന്ന് ഞാനും നിങ്ങളും ഈ ദൈവരാജ്യത്തിലാണ്. Not the physical kingdom. Physical kingdom will come later on after second coming of Christ. ഇതൊരു ഐഹികമായ ഇപ്പോഴുള്ള ഒരു രാജ്യമല്ല, അത് നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അത് സ്ഥാപിതമാകും. It's a spiritual kingdom. ഇത് ഒരു ആത്മീയ രാജ്യമാണ്. Righteousness, peace and joy in the Holy Spirit. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അനുഭവിക്കുന്ന ഒരു ആത്മീയ I രാജ്യമാണ്. told you about righteousness. Our righteousness is Christ, not our, we have no righteousness. അതുകൊണ്ട് ഈ നീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്വന്തമായൊരു നീതിയില്ല, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച നീതിയല്ലാതെ മറ്റൊരു നീതി നമുക്കില്ല. Hebrews 10:14 says, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, by one sacrifice he has made perfect forever those who are being made holy. 10 chapter verse 14. എബ്രായ ലേഖനം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. Forever he is made us perfect by his sacrifice. നമ്മുടെ കർത്താവ് തന്റെ ക്രൂശിലെ മരണത്തിലൂടെ അവൻ എന്നേക്കുമായി നമ്മളെ സൽഗുണപൂർണരാക്കിയിരിക്കുകയാണ്. When I came to understand this truth 37 years ago, ഈ സത്യം 37 വർഷം മുൻപ് ഞാൻ തിരിച്ചറിഞ്ഞു. I couldn't keep quiet. അതിനുശേഷം എനിക്ക് നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞില്ല. So Lord, no one told me about this all these years. അതുകൊണ്ട് നിരന്തരമായി ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ അതെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. I understood later on something very fascinating. വളരെ ആകർഷിക്കത്തക്കതായ ഒരു കാര്യം പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. When the governor Pontius Pilate asked a question of Jesus, what is truth? സത്യം എന്താണ് എന്ന് കർത്താവിന്റെ സന്നിധിയിൽ ചോദിച്ച ചോദ്യത്തിൽ, In John 18:38 we read about that. It doesn't matter. John 18:38, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ what is truth? എന്താണ് സത്യം എന്നൊരു ചോദ്യം ഉണ്ടാവുന്നു. Pontius Pilate asked Jesus, what is truth? അവിടെ ചോദിക്കുന്നുണ്ട് എന്താണ് സത്യമെന്ന്. The Lord kept quiet. നമ്മുടെ കർത്താവ് അവിടെ He നിശബ്ദനായിരിക്കുന്നു. didn't give the answer. അവൻ ഉത്തരം പറയുന്നില്ല. He told the Jews അവൻ യഹൂദന്മാരോട് പറഞ്ഞു, in John 8 യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ verse 32, 32-ാമത്തെ വാക്യത്തിൽ, you will know the truth, truth will set you free. ഒരിക്കൽ നിങ്ങൾ സത്യമറിയും, ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. He didn't say I am the truth. He said you will know the truth. അവൻ സത്യം അവിടെ പറയുന്നില്ല, മറിച്ച് സത്യം നിങ്ങൾ അറിയും എന്ന് നമ്മുടെ കർത്താവ് പറയുകയാണ്. And the truth will set you free. ആ സത്യം നമ്മെ സ്വതന്ത്രരാക്കും എന്നും നമ്മുടെ കർത്താവ് പറയുന്നു. You will know the truth. When you know the truth, you will know truth will set you free. നിങ്ങൾ ഈ സത്യത്തെ അറിയുമ്പോൾ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് നമ്മുടെ കർത്താവ് പറയുന്നു. But the one person, എന്നാൽ ഒരു മനുഷ്യന്, to one disciple, ഒരു ശിഷ്യൻ, he said, അവൻ പറഞ്ഞു, I am the truth. ആ ശിഷ്യനോട് പറഞ്ഞു, ഞാനാണ് സത്യം, I am the way, the truth and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് കർത്താവ് പറഞ്ഞു. To one disciple he said. ഒരു ശിഷ്യനോടാണ് യേശു ഇത് പറഞ്ഞത്. To whom did he say that? ആരോടാണ് യേശു ഈ ഒരു വലിയ ഉത്തരം പറഞ്ഞത്? You know whom he said that? നിങ്ങൾക്കറിയാമോ യേശു ആരോടാണ് അത് പറഞ്ഞത് എന്ന്? Not to Pilate, not to Jews, only one disciple he told. പീലാത്തോസിനോടോ യഹൂദന്മാരോടോ അല്ല യേശു ഇത് പറഞ്ഞത്, തന്റെ ഒരു ശിഷ്യനോടാണ്. Thomas. അത് തോമസിനോടാണ്. Why Thomas only he told? എന്തുകൊണ്ടാണ് തോമസിനോട് കർത്താവ് ഈ വലിയ സത്യം വെളിപ്പെടുത്തി കൊടുത്തത്? Not to Pilate, not to Jews, only to Thomas he said. പീലാത്തോസിനോ യഹൂദർക്കോ വെളിപ്പെടുത്തി കൊടുക്കാത്ത വലിയ മർമ്മം എന്തുകൊണ്ടാണ് യേശു തോമസിന് വെളിപ്പെടുത്തി I കൊടുത്തത്? suspect why he told only Thomas. ഞാൻ ചിലപ്പോഴെങ്കിലും അതിനെ ചിന്തിക്കാറുണ്ട്, സംശയിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന്. Because Thomas is coming to Kerala. അതിനുള്ള കാരണം ഈ തോമസ് കേരളത്തിലേക്ക് വരും എന്ന് യേശുവിന് അറിയാമായിരുന്നു എന്നുള്ളത്. Came to Tamil Nadu. അവൻ തമിഴ്നാട്ടിലും വരും എന്ന് ഞാൻ ഒരുപക്ഷെ യേശു A അറിഞ്ഞിരിക്കാം. special message to Kerala, Tamil Nadu, to India.
ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഒപ്പം ഭാരതത്തിലേക്കുമായി ഒരു പ്രത്യേകമായ ഒരു സന്ദേശം വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് തോമസിന് ഈ വലിയ മർമ്മം കർത്താവ് പഠിപ്പിച്ചു Of കൊടുത്തത്. course, this for every human being in the world, this message, the Bible is for everybody. ഈ വലിയ സന്ദേശം ഇത് എല്ലാവർക്കും ഉള്ളതാണ്, തീർച്ചയായും ഇത് എല്ലാവർക്കും ഉള്ളതാണ്. But a special message for our country. എന്നാൽ നമ്മുടെ ഈ രാജ്യത്തിന്, ഭാരതം എന്ന രാജ്യത്തിന് ഒരു പ്രത്യേകമായ സന്ദേശം. Because so many people think that they are righteous by themselves. പല ആളുകളും, ധാരാളം ആളുകൾ അവരുടെ സ്വന്തം നീതി പ്രകാരം അതിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. However good you are, we fall short. പലപ്പോഴും നമ്മുടെ നല്ല പ്രവർത്തികളിലൂടെ നാം മികച്ചവരാകും, പലപ്പോഴും എങ്കിലും നാം നിരന്തരമായി നാം പാപങ്ങളിലേക്ക് വീഴുന്നുണ്ട്. We are saved only by grace. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്. I learned grace when I was in school also. ഞാൻ വിദ്യാലയത്തിൽ, ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഈ ഗ്രേസിൽ വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. For example, ഉദാഹരണത്തിന് I was very good in mathematics. ഞാൻ കണക്കിൽ വലിയ മിടുക്കനായിരുന്നു. Always 100 or 100 I'll get. 100 മാർക്കും എനിക്ക് കണക്കിൽ ലഭിച്ചിരുന്നു. Very poor in Hindi. എന്നാൽ ഹിന്ദി ഭാഷയിൽ ഞാൻ വളരെ കുറച്ച് മാർക്ക് മാത്രമേ എനിക്ക് ലഭിച്ചിരുന്നു. My second language was Hindi. എന്റെ രണ്ടാം ഭാഷ ഹിന്ദി ആയിരുന്നു. I'm a Tamilian. ഞാനൊരു തമിഴ്നാട്ടുകാരനാണ്, തമിഴ് ഭാഷ അറിയുന്നവനാണ്. So I was not good in languages. എനിക്ക് അത്രമാത്രം ഭാഷാ വശമില്ല, അത് പഠിക്കുവാനുള്ള കഴിവില്ല. So pass mark was 35 out of 100. ജയിക്കുവാനുള്ള മാർക്ക് 100ൽ 35 ആണ്. Every time I'll fail, 33, 34 I'll get in test. 34, 33, 34 കിട്ടുമ്പോൾ ഞാൻ തോൽക്കും. എനിക്ക് വീണ്ടും പരീക്ഷ ഇടും. I'll always fail. ഞാൻ വീണ്ടും തോൽക്കും. When the results come, എന്നാൽ ഫലം വരുന്ന സമയത്ത് I'll go to one of my friends. ഞാൻ എൻ്റെ സുഹൃത്തിന്റെ ഒരു വീട്ടിൽ പോകും. Always get very low marks. എനിക്ക് വളരെ കുറച്ച് മാർക്ക് കിട്ടും. So how much you got? ഞാൻ ആ സുഹൃത്തിനോട് ചോദിക്കും, നിനക്ക് എത്ര കിട്ടി? I got 10 out of 100. അപ്പോൾ ആ സുഹൃത്ത് പറയും, എനിക്ക് 100ൽ 10 ആണ് കിട്ടിയത്. You got 10? നിനക്ക് 10 കിട്ടിയോ? I got 34. അപ്പോൾ നിനക്ക് 10 അല്ലേ കിട്ടിയുള്ളൂ, എനിക്ക് 34 കിട്ടി. But both fail. ഞങ്ങൾ രണ്ടുപേരും പരാജയപ്പെട്ടു. 34 or 10 both fail. 34ഉം 10ഉം അത് രണ്ടും ജയിക്കുവാനുള്ള മാർക്ക് ആകുന്നില്ല. But my teacher, Hindi teacher, was a man called Subbarao. എന്റെ ഹിന്ദി പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ സുബ്ബറാവു എന്ന പേരുള്ള അധ്യാപകനായിരുന്നു. And he knew I'm a Tamilian. ഞാൻ തമിഴ് ഭാഷ അറിയുന്നവനാണ് എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. I was a sportsman. I used to play cricket for Tamil Nadu state schools, so I was very busy with my sports. ഞാനൊരു വലിയ കായിക താരമായിരുന്നു. ഞാൻ എൻ്റെ വിദ്യാലയത്തിന് വേണ്ടി ക്രിക്കറ്റ് ഒക്കെ കളിക്കുകയും തമിഴ്നാട് സ്റ്റേറ്റിൽ കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. So my teacher had compassion upon me. അതുകൊണ്ട് തന്നെ എൻ്റെ അധ്യാപകർക്ക് എന്നോട് ഒരല്പം മനസ്സലിവ് ദയ ഉണ്ടാകാറുണ്ട്. He'll make me pass. അവർ എന്നെ വിജയിപ്പിക്കും. 34 മാർക്ക് ഉണ്ടെങ്കിലും 2 marks grace. If I get 33, make it 35. 33 മാർക്ക് കിട്ടുന്ന എനിക്ക് 2 മാർക്ക് ഗ്രേസ് മാർക്ക് തന്ന് എന്നെ ഈ അധ്യാപകർ വിജയിപ്പിക്കാറുണ്ടായി. He won't make 10 to 35. Only 2 marks grace, not more than that. ഒരിക്കലും 10 കിട്ടിയവനെ വിജയിപ്പിക്കുന്നില്ല, എന്നാൽ 2 മാർക്ക് നൽകി എനിക്ക് ഗ്രേസ് മാർക്ക് നൽകി എന്നെ വിജയിപ്പിക്കും. I passed Hindi exam by grace. ഞാൻ ആ പരീക്ഷകളിലൊക്കെ ജയിച്ചിട്ടുള്ളത് ഗ്രേസ് കൊണ്ടാണ്. Today I go to heaven by grace. ഞാൻ ഇന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതും ഈ കൃപയാൽ മാത്രമാണ്. None of us can go to heaven without grace. നമുക്ക് ആർക്കും ഈ ദൈവരാജ്യത്തിലേക്ക് കൃപയാലല്ലാതെ നമുക്ക് ആർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയില്ല. In the scale of holiness, ഈ വിശുദ്ധിയുടെ വഴികളിലൂടെ നിലവാരത്തിലൂടെ അല്ലാതെ, in the scale of righteousness, നീതിയുടെ വഴികളിലൂടെ സഞ്ചരിക്കാതെ, the pass mark is not 40 out of 100. അതുകൊണ്ട് വിജയിക്കുന്ന മാർക്ക് 100ൽ 40 ആണ്. Not 75, 75 അല്ല, not 99.99, 99.99 അല്ല, 100%. 100%. And nobody can be 100%. ആർക്കും ഈ 100% ലഭിക്കുവാൻ കഴിയുകയില്ല. But anyone can be made 100% by the blood of Christ. ആർക്കെങ്കിലും ഈ 100% അത് ലഭിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന്റെ രക്തത്താലല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. The Lord Jesus Christ is our Savior. നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷകനാണ്. Our salvation, അവൻ നമ്മുടെ രക്ഷയാണ്. our righteousness, അവൻ നമ്മുടെ നീതിയാണ്. and when you receive Him into our heart as Savior and Lord, നാം നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷകനായി അവനെ സ്വീകരിക്കുമ്പോൾ we are made righteous, അവൻ നമ്മെ നീതീകരിക്കുന്നു. and we enter into God's kingdom. അവൻ നമ്മെ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അവൻ നമ്മെ പ്രവേശിപ്പിക്കുന്നു. The spiritual kingdom we can enjoy in this world itself. ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ക്രിസ്തുവിലൂടെ സാധ്യമായി തീർന്ന ഈ ദൈവരാജ്യം, ആത്മീയമായ ഈ രാജ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. What is that? Peace and joy. അത് നീതിയും സമാധാനവുമാണ്. Also in 1 Corinthians 4:20 it says, 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, for the kingdom of God is not a matter of talk but of power.
ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. Yes, power is given for us to live a life of holiness to God. കർത്താവിന്റെ ശക്തിയാൽ ഈ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമായി He തീരും. empowers us to obey Him. ദൈവത്തെ അനുസരിക്കുവാൻ അവൻ നമ്മെ ശക്തീകരിക്കുന്നു. And as we obey Him, we manifest the peace and joy of God. ആ ദൈവത്തെ നാം അനുസരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സമാധാനവും നീതിയും നമുക്ക് അനുഭവിപ്പാനായിട്ട് നമ്മിൽ പ്രാപിപ്പിക്കുന്നവരായി നമുക്കിടയായി തീരും. It says in the book of Isaiah, യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ നമ്മുടെ ദൈവം പറയുന്നു, chapter 53, verse 5. 53-ന്റെ 5-ാമത്തെ വാക്യം. Yeah. It says, He was pierced for our transgressions, He was crushed for our iniquities. The punishment that brought us peace was upon Him, and by His wounds we've been healed. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. He took away our punishment and gave us peace. അവൻ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന ശിക്ഷാവിധികളെ എടുത്തു കളഞ്ഞ് അവൻ നമുക്ക് സമാധാനം നൽകിയിരിക്കുന്നു. The whole world is searching for peace. ഈ ലോകം മുഴുവനും ഇന്ന് സമാധാനത്തിന് വേണ്ടിയുള്ള വലിയ അന്വേഷണത്തിലാണ്. How many people in the world are searching for peace? I want peace, I want peace. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് സമാധാനം വേണം, സമാധാനം വേണമെന്ന്. Christ gives us peace. എന്നാൽ നമുക്ക് സമാധാനം തരുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. On the cross, നമ്മുടെ കർത്താവ് കുരിശിൽ He took away punishment നമ്മുടെ പാപങ്ങളെ, നമ്മുടെ അതിക്രമങ്ങളെ, നമ്മുടെ ശിക്ഷാവിധികളെ അവൻ മായ്ച്ചു കളഞ്ഞു. and gave us peace. അതിനുശേഷം നമുക്ക് സമാധാനം അവൻ നൽകി. The word peace in Greek means eirene, which means oneness. ഗ്രീക്ക് ഭാഷയിൽ ഐറേൻ എന്നുള്ള പദമാണ് സമാധാനത്തിന് അല്ലെങ്കിൽ പീസ് എന്നുള്ളതിന് തത്തുല്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. Oneness with God. ദൈവത്തോടുള്ള ഒരുമ, ഐക്യം എന്ന അർത്ഥത്തിലാണ് ഈ ഗ്രീക്ക് പദം By the ഉപയോഗിച്ചിരിക്കുന്നത്. blood of Christ, we are one with God. നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്നിരിക്കുന്നു. How, while living in a wicked world, we can manifest the peace and joy of God. ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ കർത്താവിനോടുകൂടെ ഈ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുന്നു. Because He said in John 14:27, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, peace I leave with you, my peace I give unto you. ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് നമ്മുടെ കർത്താവ് പറയുന്നു. I don't give as the world gives. Don't your hearts be troubled and don't be afraid. ഈ ലോകം തരുന്ന സമാധാനമല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന്. I'm going to close now. Just a minute left. ഒരു മിനിറ്റും കൂടെ ഞാൻ അവശേഷിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് In that പോകുകയത്രേ. minute, I want all of us to close our eyes. You can sit down wherever you are. നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെ തന്നെ നിങ്ങൾ ശാന്തരായി ഇരുന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുക. Don't have to get up. Don't have to raise your hands. Between you and God, നിങ്ങൾ എഴുന്നേൽക്കുകയോ കൈ ഉയർത്തേണ്ടയോ ആവശ്യമില്ല. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ശാന്തമായിരുന്ന് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മനസ്സുകളെ ഉയർത്താം. in your heart, receive the righteousness of Christ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിന്റെ നീതി അയക്കണമേ. If you never received Christ into your heart, ask Him to come into your heart right now. ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി ഈ കർത്താവിന്റെ നീതി അനുഭവത്തിലേക്ക് വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ, നീ ഞങ്ങളുടെ രക്ഷകനായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. Repent of sin. നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറയാം. Say, Jesus, come into my heart. You are my righteousness, Lord. നമ്മളുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ ആ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. അവനാണ് നമ്മുടെ നീതി. You come and live in my heart. ദൈവമേ, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് പാർക്കണമേ. And live your life through me. ഞങ്ങളുടെ കർത്താവേ, എനിക്ക് നിന്നിലൂടെ എനിക്ക് ഈ ജീവൻ തരണമേ. You will live your life through me, Lord. കർത്താവേ, നിന്റെ ജീവിതം നീ എന്നിലൂടെ ജീവിക്കണമേ. നീ എന്നിൽ വസിക്കുകയും ദൈവത്തിന്റെ ജീവിതം എന്നിലാക്കി തീർക്കുകയും ചെയ്യണമേ. ഒഴുകുന്ന പമ്പതൻ കുഞ്ഞോളങ്ങളിൽ അലയടിച്ചുയരുന്ന നാദം ഇന്ന് ലോകമെമ്പാടും പ്രചരിക്കുന്നത് ഈ മർത്തോമ സഭയുടെ മാത്രം ഒരു കൺവെൻഷനല്ല. സാമൂഹ്യപരമായിട്ടും എല്ലാവിധ ജനങ്ങൾക്ക് വേണ്ടി ഹൈന്ദവ, മുസ്ലിം എല്ലാ സമുദായത്തിൻ്റെയും ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായി ഈ മാരാമൺ കൺവെൻഷൻ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളും.